ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ. ഏകദേശം ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുതേ. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ദേ വൈകുന്നേരം ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ള കുഞ്ഞു വിശേഷത്തിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ ദേ നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ വീഡിയോ ഞാൻ വേറെ ഒന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത്തായി പോകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വൈകുന്നേരത്തത് വേറെ ആക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോയിൽ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ പോവുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ലെങ്ത്ത് കൂട്ടിയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് കേട്ടോ 2 പാർട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് 1-2 ദിവസം വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ അകത്ത് വെക്കുന്ന ബക്കറ്റും കാര്യങ്ങളൊക്കെ ഇത് എന്താ വെച്ചാൽ ഇത് നമ്മൾ എന്നും ചെയ്യുന്ന പരിപാടി തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ എന്നും വീഡിയോ എടുക്കണമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ ഓരോ ഭാഗമൊക്കെ ആയിട്ട് വീഡിയോ എടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് പരിപാടിക്ക് തിരിഞ്ഞാലും ആ ഒരു കൂട്ടത്തിൽ അപ്പൂസും ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവനും ഇവിടെ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവനും വെള്ളത്തിൽ കളിക്കുകയാണെങ്കിലും അപ്പോഴും ഉണ്ടാവും കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ അതേ വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ മനുവും കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പ് കഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അപ്പൂസിനെ ഇളക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. എവിടെയെങ്കിലും അപ്പൂസൊന്ന് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വന്നിട്ട് അവൻ ഇങ്ങോട്ട് ഇത് വാ അത് കാണിച്ചു തരാം ഇത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ ചെവി തല കേൾക്കാൻ സമ്മതിക്കാതെ പറച്ചിലാണ് പണി കേട്ടോ. കാരണം അപ്പൂസിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കളിപ്പിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരുമാതിരി കളിപ്പിക്കൂലേ ആ കളിപ്പിക്കൽ കേട്ടോ. അല്ലാതെ കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാമെന്നല്ല പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ ഒരു പണി കുറച്ചങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ അകത്ത് ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ച് കൊണ്ടുവച്ച് അവിടെ ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് ഇവിടെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ഇതിൻ്റെ കാര്യം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് അല്ലറ ചില്ലറ കാര്യങ്ങൾ കൊണ്ടുവന്നാലും ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇടും. ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ പുറത്തേക്ക് എത്തും ചെയ്തു, എന്നാൽ അകത്തുനിന്ന് അങ്ങോട്ട് പോവും വേണ്ട എന്നുള്ളൊരു സ്ഥലമാണല്ലോ ഇത്. നമ്മളിവിടെ ചെരുപ്പിടാതെ യൂസ് ചെയ്യണതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായി ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തെത്തിയോന്ന് ചോദിച്ചാൽ കളയാനുള്ളത് പുറത്തേക്ക് എത്തുകയും ചെയ്തു, എന്നാൽ അവർക്ക് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും വേണ്ട. ആ ഒരു രീതിയിലുള്ള എറിയലാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതിൽ കവറും കൊണ്ടേ മിഠായിൻ്റെ കവറും കൊണ്ടേ ഇടും, പേപ്പറും കൊണ്ടേ ഇടും. പിന്നെ ഞാനിത് അടിച്ചു വരുന്ന സമയത്ത് നമ്മളത് മിഠായി കവറും കാര്യങ്ങളൊക്കെ മാറ്റി പെറുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ ഇവിടെ ഇളനീര് വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ തേങ്ങ ഇട്ട ആ ഒരു ടൈമിൽ 4-5 ഇളനീരും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് അത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവളവിടെ മൊബൈൽ കൊണ്ടുവച്ചത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പം മനു അതിങ്ങനെ എടുത്ത് പൊക്കി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അത് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ അവിടെ നിന്ന് മാറി നിന്നതായിരുന്നേ. പിന്നെ ഇന്ന് നമുക്ക് രാവിലെ കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഗ്രേവി എന്താ പറയുക കുറുകിയ കറിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുറച്ച് കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൽ ഒരു ക്യാപ്സിക്കം ഞാൻ മുഴുവനായിട്ടും അതിൽ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ചേട്ടൻ രാവിലെ വർക്കിന് പോയി. അത് കഴിഞ്ഞ് വന്ന സമയത്ത് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ടൈമിലാണ് മനു പൊറോട്ടയും ചിക്കനും കൂടെ കഴിക്കുന്നത് കേട്ടോ. കുറേ കാലങ്ങളായി പൊറോട്ടയൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഞാനിത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആൾ ചിക്കനൊന്നും കഴിക്കില്ല. എങ്കിൽ കൂടി ചിക്കൻ്റെ ഒപ്പം പൊറോട്ടയും കൂടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് നമുക്കൊരിതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവനവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വന്നതുകൊണ്ടാണ് അവനും പുറത്തിറങ്ങിയിട്ട് കഴിക്കുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല. ഇത് പക്ഷേ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ അവൻ ഇറങ്ങി അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അതുപോലെ ഇളനീര് വെട്ടുന്നുണ്ട്. അങ്ങനെ ഓരോരോ പണികൾ അങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ അപ്പൂസ് ഇങ്ങനെ ഓരോന്ന് ഒച്ചുണ്ടാക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആ വീഡിയോ എടുക്കുന്ന ടൈമിലുള്ള വോയിസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാതെ പറ്റാതെ ഇരുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ അവിടെയും ഇവിടെയൊക്കെ വോയിസ് കൊടുക്കാറുണ്ട് സാധാരണ. അപ്പോൾ അങ്ങനെ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഇലകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. കവറൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. ആ പേപ്പറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയതും കൂടെ അതിലുണ്ടായിരുന്നു കേട്ടോ. കാര്യം വേറൊന്നുമല്ല, ഞാൻ 2-3 ദിവസം വയ്യാണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ടൈമിൽ രാത്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൂസ് ഇങ്ങനെ ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് ആ ഒരു ടൈമിൽ ഞാൻ മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട ഉണ്ടാക്കാൻ വേണ്ടി വന്നു. ആ ഒരു വന്ന ടൈമിൽ ഞാൻ അതിലത്തെ വെള്ളം കളഞ്ഞതാണ് കേട്ടോ. വെള്ളം കളഞ്ഞതാണ് നമ്മൾ പിടിക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് ഉപയോഗിച്ച് വെള്ളം കളഞ്ഞതായിരുന്നു കേട്ടോ. അതെൻ്റെ കയ്യിൽ നിന്ന് വീണു. കയ്യിൽ നിന്ന് വീണത് മാത്രമല്ല, നമ്മൾ ആ സ്റ്റൗവിൻ്റെ ഇപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ ഉച്ചയ്ക്ക് പപ്പടം കാച്ചിയിട്ട് നമ്മൾ അപ്പച്ചട്ടി ഉണ്ടല്ലോ, ആ അപ്പച്ചട്ടിയിൽ പപ്പടം കാച്ചിട്ട് ആ എണ്ണ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ചട്ടിയിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ചട്ടി മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ചട്ടി ഞാൻ പൊക്കിയപ്പോൾ അത് വീഴുകയും ചെയ്തു. വീണതോ, പക്ഷേ എനിക്കിത് എന്താ സംഭവം ഉണ്ടായതെന്ന് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ല കേട്ടോ. അതെൻ്റെ കയ്യിൽ നിന്ന് വീണത് ഈ അപ്പച്ചട്ടീൻ്റെ മുകളിലേക്കായിരുന്നു. അപ്പച്ചട്ടീൻ്റെ മുകളിൽ നിന്ന് അപ്പച്ചട്ടി മറിഞ്ഞു, അത് താഴേക്ക് വീണു, എണ്ണ പോയി. അങ്ങനെ കുറച്ചൊരു വിഷയമായിട്ടോ. അങ്ങനെ അത് പോയി, സ്റ്റൗവിൻ്റെ മുകളിലൂടെ പോയി, നിലത്ത് കൂടെ പോയി, അങ്ങനെ ആകെ എണ്ണമയമായിട്ടോ. എനിക്കല്ലെങ്കിലേ ഞാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു 8ൻ്റെ പണി കൂനുമേ കുരു എന്ന് പറഞ്ഞതുപോലെ. പിന്നെന്താണ് പറയുക, മുട്ടയടിച്ചതിൻ്റെ തലയിൽ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് വയ്യാതിരിക്കുന്ന ഒരു ടൈമിൽ കിട്ടിയ പണിയാണ് കേട്ടത്. ഇത് നമ്മൾ വെള്ളം പോയ പോലെ തുടച്ചാൽ പോവോ? എവിടെ. പിന്നെ ഞാൻ കുറേ പേപ്പർ എടുത്ത് തുടച്ചു. അത് കഴിഞ്ഞിട്ട് ശരിയാവണില്ല. അതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ലോഷനൊക്കെ ഉപയോഗിച്ചിട്ട് തുടച്ചു. പക്ഷെ എന്നിട്ടും ശരിയാവണില്ല. എനിക്കാണെങ്കിൽ നമ്മൾ പേപ്പർ ഉപയോഗിച്ചിട്ട് തുടയ്ക്കുന്നത് ഉറപ്പിൽ തുടയ്ക്കാത്തതുകൊണ്ട് ഇത് പോകുന്നില്ല. നമ്മൾ നല്ല ബലം പിടിച്ച് ഉറപ്പിലാണ് തുടയ്ക്കുന്നത് എങ്കിൽ ആ എണ്ണ പോകും കേട്ടോ. പിന്നെ ലാസ്റ്റ് മനു വരുന്നുണ്ട്, എന്താണ് കാണിച്ചു കൂട്ടണതെന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കിയിട്ടാണ് അവൻ വരുന്നത് കേട്ടോ. അങ്ങനെ എന്നെ കളിയാക്കിയതിൻ്റെ ഇടയ്ക്ക് അവൻ വന്നിട്ട് അവൻ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ തുടച്ച് എനിക്ക് ക്ലീനാക്കി തന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് പേപ്പർ അന്ന് എടുത്തു. അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇടുന്നത്. ഏതായാലും അതങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ ഒരുപാട് കടലാസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വിറക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിറക് ഇരുടാവുമ്പോഴേക്ക് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ഉത്തരത്തിൻ്റെ പീസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് വെട്ടിയിട്ടും അന്ന് ഞാൻ വെട്ടിയില്ലേ, അതുപോലെ ഇത് കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതാണെങ്കിൽ നല്ല വിറകാണെന്ന് പറഞ്ഞ് കത്തിക്കാൻ നല്ല വിറകാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്ന് പീസാക്കി കിട്ടണമെങ്കിൽ ഇത്തിരി പാടുപെടും കേട്ടോ. അത്രയ്ക്കും ഉറപ്പ് കാതലിൻ്റെ ഒരു കഷ്ണമാണ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഞാനത് മുറിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഒരുവിധമൊക്കെ മുറിച്ചുണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരും കൂടി കളിയോട് കളി. എനിക്കാണെങ്കിൽ ദേഷ്യം വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ മഴ അത്ര കറക്റ്റായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഞാനിതെങ്ങാനും വീശുന്ന ഒരു ടൈമിൽ അതെങ്ങാനും തെറിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, വിറക് നമ്മളിങ്ങനെ വെട്ടുന്ന സമയത്ത് വിറകിൻ്റെ പീസൊക്കെ തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അപകടത്തിന് അങ്ങനെയൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരവിടെ നാട്ടുന്നത്. എവിടെ പോകുന്നു.
കുറേ വരും, കുറേ പോകും, പിന്നെയും വരും, പിന്നെയും പോകും, പിന്നെയും ദേഷ്യപ്പെടും, പിന്നെയും പോകും. അങ്ങനെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് എന്തായാലും വിറകൊക്കെ ഒന്ന് എടുത്ത് കിട്ടി. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വിറക് തീരണത് വരെ ആ മഴ ഊരി പോന്നിട്ടുണ്ടായിരുന്നില്ല. വിറകൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ ആ വിറകൊക്കെ കൊണ്ടുവരണ ആ ഒരു ടൈമിൽ മഴ ഇങ്ങോട്ട് പൊക്കിയപ്പോൾ മഴുവിൻ്റെ താഴെ വേറെ സ്ഥലത്തേക്കും പോയി. താഴെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മഴുവിൻ്റെ ഇരുമ്പിൻ്റെ ആ ഒരു സാധനം അവിടെ ഇരിക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ചെയ്യണ പണി ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ അങ്ങോട്ട് ഊരി പോരുകയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അത് കണ്ടില്ലേ. പിന്നെ അത് അപ്പൂസും കൂടെ അതിങ്ങനെ എടുത്തിട്ട് പോരുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അകത്തൊക്കെ കൊണ്ടുവന്ന് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തുള്ള വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള പണികൾ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അകമൊക്കെ അടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 5:15 അടുത്തൊക്കെ ആവുന്നുണ്ട് കേട്ടോ. 5 മണി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗത അകമൊക്കെ അടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അടിക്കുന്ന ആ ഒരു ടൈമിൽ അതങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഏട്ടൻ വന്നൊരു ടൈമിൽ ഒരു മൗത്ത് ഓർഗൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൂസന് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൊണ്ട് നടന്ന് കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. പണ്ട് ഞാൻ ചെറിയ കുട്ടിയാവുന്ന ടൈമിൽ എൻ്റെ അടുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മനു ആയിരുന്ന സമയത്തും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മൗത്ത് ഓർഗൺ ഈ ഒരു ടൈപ്പല്ല ഉണ്ടായിരുന്നത്. ചെറിയൊരു നമ്മുടെ എന്താ പറയുക, മഞ്ചൊക്കെ ഉണ്ടല്ലോ, ആ മഞ്ചിൻ്റെയൊക്കെ ഒരു വലിപ്പത്തിലൊക്കെ ഉണ്ടാവില്ലേ മൗത്ത് ഓർഗൺ, ആ ഒരു ടൈപ്പാണ് മനുവിൻ്റെ ടൈമിലുണ്ടായിരുന്നത് കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ട് അങ്ങനെ മേടിച്ചതായിരുന്നേ. പിന്നെ അത് നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകം തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ തേക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് താളി ഉപയോഗിച്ചിട്ട് തല കഴുകാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് എപ്പോഴും നല്ലത് കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ടുള്ളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിത് ചെമ്പരത്തിയുടെ 2 പൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൂവും കുറച്ച് ഇലയും കൂടെ എടുത്തിട്ട് അത് താളി ഉണ്ടാക്കിയിട്ട് തേക്കുകയാണ് കേട്ടോ. പിന്നെ അതിൽ ഞാൻ തുണിയിൽ വെച്ചിട്ട് അരിച്ചിട്ടാണ് കേട്ടോ താളി യൂസ് ചെയ്യണത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കുറച്ച് തരികളും കാര്യങ്ങളൊക്കെ തലയിൽ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിന് മുടി പൊട്ടി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഷാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ കഴിയും കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നു നല്ല റിസ്ക് ആണെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തേക്കാൻ വേണ്ടിയൊക്കെ റെഡി ആയിട്ട് എടുത്തു കേട്ടോ. പിന്നെ നമ്മളിത് പേരയ്ക്ക ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.